എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diapers. ശോഭിക വെഡിങ്സ് കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ സേവന നിരക്ക് വർദ്ധിപ്പിച്ച ജില്ലാ പഞ്ചായത്ത് നടപടിക്കെതിരെ പ്രതിഷേധം കടുപ്പിച്ച് മുസ്ലിം ലീഗ് നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റി. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ HMC യോഗം ഒറ്റക്കെട്ടായി എടുത്ത ജനവിരുദ്ധ നിലപാടിനെതിരെയാണ് മുസ്ലിം ലീഗ് നിലപാട് കടുപ്പിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. മുസ്ലിം ലീഗ് അംഗം MK റഫീഖ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയാണ് ജില്ലയിലെ ജില്ലാ ആശുപത്രികളിൽ സേവന നിരക്ക് ഏകീകരിക്കുക എന്ന പേരിൽ വലിയ തോതിൽ സേവന നിരക്ക് വർദ്ധിപ്പിച്ചത്. വിവിധ സംഘടനകൾ ഉൾപ്പെടെ ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നുവെങ്കിലും ജില്ലാ പഞ്ചായത്ത് ഈ ജനവിരുദ്ധ നിലപാട് മാറ്റാൻ തയ്യാറായില്ല. ഈ സാഹചര്യത്തിൽ മുസ്ലിം ലീഗ് നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റി തന്നെ രംഗത്ത് വന്നിരിക്കുന്നത് ശ്രദ്ധേയമായി. നിലമ്പൂർ ഗവൺമെൻറ് ജില്ലാ ആശുപത്രിയിൽ അന്യായമായി വർദ്ധിപ്പിച്ച പ്രവേശന ഫീസും OP ടിക്കറ്റ് ഫീസും ഉടൻ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിവേദനം നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബുവിന് കൈമാറി. സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ആയിരക്കണക്കിന് ആദിവാസികൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാർ നിത്യേന ആശ്രയിക്കുന്ന ആശുപത്രിയിൽ ഒറ്റയടിക്ക് 4 ഇരട്ടിയോളം ഫീസ് വർധനവ് വരുത്തിയത് എന്തിൻ്റെ പേരിലായാലും അനുവദിക്കുകയില്ലെന്ന് നേതാക്കൾ പറഞ്ഞു. HMCയിലെ എല്ലാ കക്ഷി പ്രതിനിധികളും ആശുപത്രി പ്രവർത്തനങ്ങൾക്ക് സഹായകമാകുന്ന വിധത്തിൽ കമ്മിറ്റിയുടെ വരുമാന വർധനവിന് വേണ്ടിയെന്ന ന്യായത്തിൽ ചേർന്നെടുത്ത തീരുമാനമാണെങ്കിലും പാവപ്പെട്ട അനേകം ആളുകൾക്ക് ഇതുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ചില്ലറയല്ല. ഈ വിഷയത്തെ സംബന്ധിച്ച് ഡിസംബർ 8 ചേർന്ന നിയോജക മണ്ഡലം പ്രവർത്തക സമിതി യോഗത്തിൽ ഗൗരവത്തിലുള്ള ചർച്ച നടക്കുകയും ഫീസ് വർധനവ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. അടിയന്തരമായ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ജനുവരി 1 മുതൽ ഫീസ് കളക്ഷൻ തടയുന്നത് ഉൾപ്പെടെയുള്ള പ്രത്യക്ഷ സമര പരിപാടികളിലേക്ക് മുസ്ലിം ലീഗ് നീങ്ങും. ആശുപത്രിയിൽ നിർബന്ധമായും ലഭ്യമാവേണ്ട മരുന്നുകൾ പോലും പുറമേ നിന്ന് വാങ്ങേണ്ട സാഹചര്യമുണ്ട്. സർക്കാർ നൽകേണ്ട സാമ്പത്തിക ബാധ്യതകൾ തീർക്കാത്തതുകൊണ്ട് ആശുപത്രിയിലെ എല്ലാ സൗജന്യ സേവനങ്ങളും മുടങ്ങിപ്പോവുകയാണ്. ആശുപത്രി വികസന കാര്യത്തിലും ഡോക്ടർമാരെ നിയമിക്കുന്നിടത്തും സർക്കാർ മെല്ലെപ്പോക്ക് നയമാണ് സ്വീകരിക്കുന്നത്. സർക്കാരിൻ്റെ ഈ തെറ്റായ നയങ്ങൾക്കെതിരെയും മുസ്ലിം ലീഗ് പ്രത്യക്ഷ സമരത്തിനാണ് ഒരുങ്ങുന്നത്. CH ഇക്ബാൽ, മച്ചിങ്ങൽ കുഞ്ഞു, ഷംസു കൊമ്പൻ, റഷീദ് വരിക്കോടൻ, ജസ്മൽ പുതിയറ, സീതി കോയത്തങ്ങൾ, നാസർ, VP അബ്ദുറഹ്മാൻ തുടങ്ങിയവർ നിവേദന സംഘത്തിലുണ്ടായിരുന്നു. നിലമ്പൂരിലെ മാധ്യമപ്രവർത്തകർക്ക് HMC യോഗത്തിൽ വിലക്ക് ഏർപ്പെടുത്തിയാണ് HMC യോഗം സേവന നിരക്ക് കുത്തനെ വർദ്ധിപ്പിച്ചത്. എ+ വിഷൻ, നിലമ്പൂർ. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. 12 ഡിഗ്രി കോഴ്സുകളും 4 PG കോഴ്സുകളും, കമ്പ്യൂട്ടർ ലാബ്, ഡിജിറ്റൽ സ്റ്റുഡിയോ, റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്നിവ ഉൾക്കൊള്ളുന്ന മൾട്ടിമീഡിയ കോഴ്സ്, BCA ലാബ്, ഫിസിക്സ് ലാബ്, സൈക്കോളജി ലാബ്, ലൈബ്രറി എന്നിവയും BCom, BBAയോടൊപ്പം ACCA, CMA US തുടങ്ങിയ കോഴ്സുകളും. ACCAയിൽ 9 പേപ്പർ എക്സംഷനും അതോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഡിഗ്രിയും നിങ്ങൾക്ക് ലഭിക്കുന്നു. ലോകോത്തര അംഗീകാരമുള്ള ആഡ് ഓൺ കോഴ്സുകളായ CMA, ടാലി ഇന്റർനാഷണൽ, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, IATA തുടങ്ങിയവയ്ക്ക് 100% പ്ലേസ്മെന്റും ഉറപ്പു നൽകുന്നു. ആരോഗ്യ വകുപ്പിന്റെ അംഗീകാരമുള്ള ജില്ലയിലെ ഏക ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ്, TTC, B.Ed കോഴ്സുകളും. LKG മുതൽ 4 വരെയുള്ള ഇംഗ്ലീഷ് മീഡിയം, +1-ന് VHSC ഉൾപ്പെടെ 16 ബാച്ചുകളുള്ള കേരളത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂൾ. വിശാലമായ ഓഡിറ്റോറിയം, പ്ലേ ഗ്രൗണ്ട്, ലേഡീസ് ഹോസ്റ്റൽ, ബസ് സൗകര്യവും. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര.